മാഡം നമ്മളിപ്പോ അവിടെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ അവിടെ നോർമൽ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാൽ മതി, അല്ല സെപ്പറേറ്റ് ആയിട്ട് യൂണിഫോം കാര്യങ്ങളൊക്കെ ഉണ്ടാവും? ഓക്കെ, പ്രാക്ടിക്കൽ നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ യൂസ് ചെയ്യാനുള്ള യൂണിഫോം ഒക്കെ അവിടെ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. യൂണിഫോമിന്റെ പ്രാക്ടിക്കൽ ഷൂസ് ഒക്കെ അവിടെ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ ഒരു മാസം അവിടെ നിൽക്കുകയാണ്, അപ്പൊ നിൽക്കുമ്പോൾ ഒരുപാട് ചെലവും കാര്യമൊക്കെ ഉണ്ടാവുമല്ലോ, പഠിക്കാൻ, അതുപോലെ ഫുഡിന് കാര്യത്തിന്, അതുപോലെ പോകുമ്പോഴത്തെ ചെലവ് ഫ്ലൈറ്റിനാണ് ട്രെയിനിന് ഇപ്പൊ പോകുമ്പോ ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിപ്പോ നമ്മള് സ്വമേധയാ എടുക്കണം, അല്ല കോളേജ് പ്രൊവൈഡ് ചെയ്യും? കോളേജ് പ്രൊവൈഡ് ചെയ്യായിരിക്കും. നിങ്ങൾ എല്ലാ ചാർജും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫീസാണ് നമ്മളിവിടെ ചാർജ് ചെയ്യുന്നതായിരിക്കും. ഇവിടുന്ന് എല്ലാം പോകും. പിന്നെ ട്രെയിൻ ടിക്കറ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് കോർബിലേക്ക് പോകുന്ന സമയത്തുള്ള ട്രെയിൻ ടിക്കറ്റിന്റെ ചാർജും, അവിടെ നിങ്ങൾക്ക് പ്രാക്ടിക്കലിന്റെ യൂണിഫോം, ഷൂസ്, പിന്നെ ഹോസ്റ്റൽ ആൻഡ് മെസ് ഫെസിലിറ്റിന്റെ എല്ലാത്തിന്റെയും ചാർജ് ഈ ഒരു ഫീസിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. നമ്മൾ കോർബയിലാണ് ട്രെയിനിങ് ഫീസ് പറഞ്ഞത്. ഇപ്പൊ അവിടെ എത്ര കാലം നിൽക്കേണ്ടി വരും? പിന്നെ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ നമ്മുടെ കേരള സ്റ്റുഡൻസ് പുറത്തു പോയാൽ വളരെ ബുദ്ധിമുട്ടായി കാണാൻ എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞത്? നമുക്ക് 1 month ആണ് പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കുക. 300 hours ആണ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പം അവിടെ എന്ന് പറയുമ്പം ഹോസ്റ്റൽ ഫെസിലിറ്റീസും മെസ് ഫെസിലിറ്റിയും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോ നമ്മളുടെ കേരള ഫുഡും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ കേരള സ്റ്റുഡൻസിനെ അവർ പ്രത്യേകം കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള, നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഫുഡ് തന്നെ ആയിരിക്കും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിറ്റി വരാത്ത എന്തെങ്കിലും വിഷയം ഉണ്ടായിരുന്നോ? കോഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ മനസ്സിലായി. ഇപ്പൊ ഞാൻ പേരൻസിനായിട്ടൊന്ന് സംസാരിച്ചു നോക്കട്ടെ, എനിക്ക് അഡ്മിഷൻ കാര്യം. ഓക്കെ, ഇയാളുടെ ഒരു കോൺടാക്ട് നമ്പർ ഒന്ന് തരാമോ? കോൺടാക്ട് ചെയ്യാനായിട്ടായിരുന്നു. 9207242841. ഓക്കെ, ശരി കേട്ടോ.